ഹായ് ഗൈസ്, ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ഈ വീഡിയോ ബ്ലോഗ്സിൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് എൻ്റെ സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ്. സ്കിന്നിൽ ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ റിവ്യൂസ്, ഞാൻ എന്താണ് ഉപയോഗിക്കുന്നത്, അത് നല്ലതാണോ, എങ്ങനെയാണ് വർക്കൗട്ട് ആയനോ, അതൊക്കെ റിവ്യൂസ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നതാണ്. സോ ഒറിജിനൽ റിവ്യൂസ് ആയിരിക്കും. സോ ഫസ്റ്റ് ഞാൻ എടുത്ത ടോപ്പിക് എൻ്റെ ഡാർക്ക് സർക്കിൾസ്. എനിക്ക് കുറേ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. എങ്ങനെ പറഞ്ഞാൽ ഞാൻ 11th പഠിക്കുമ്പം 11th 12th പഠിക്കുമ്പോൾ എനിക്ക് ഡാർക്ക് സർക്കിൾസ് വല്ലാണ്ട് വന്നു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടർ പറഞ്ഞത് വൈറ്റമിൻസിൻ്റെ കുറവായിരിക്കും എന്ന് പറഞ്ഞത് ആ സമയത്ത്. പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് അത്ര കാര്യമായിട്ടൊന്നും നോക്കിയില്ല. പിന്നെ എൻ്റെ അമ്മക്കും ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഫാർമസിയിൽ അവർ ഒരു ഓയിൻമെൻറ്റ് തന്നായിരുന്നു. അത് ഞാൻ കോളേജ് കഴിഞ്ഞവരെ യൂസ് ചെയ്തു. ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് ഒരു 10 years ആയി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 2 years ആയിട്ട് അങ്ങനെ പറയാം, ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡാർക്ക് സർക്കിൾ ക്രീമുണ്ട്. അതാണ് ഞാനിവിടെ റിവ്യൂ പറയാൻ പോകുന്നത്. സോ മെയിനായിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഡാർക്ക് സർക്കിളിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 2 ക്രീമാണ്. നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് കാണുന്നുണ്ടോ? ഒന്ന് ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ ജിൻസിൻ പ്ലസ് റെറ്റിനൽ സീറം. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഹറു വണ്ടേഴ്സിൻ്റെ ബ്ലാക്ക് റൈസ് ബക്കുച്ചിയോൾ ഐ ക്രീം. ഇതാണ് ഞാൻ എൻ്റെ അടുത്തുള്ള 2 ഐ ക്രീംസ്, ഡാർക്ക് സർക്കിൾസിന് ഉപയോഗിക്കുന്ന ക്രീം. സോ ഞാൻ ആദ്യം ഈ ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ റിവൈവ് ഐ സീറം ജിൻസിൻ പ്ലസ് റെറ്റിനൽ, ഈ സീറത്തിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഇത് എൻ്റെ 2ാമത്തെ ട്യൂബാണ്. സോ ഫസ്റ്റത്തെ ട്യൂബ് കഴിഞ്ഞപ്പം എനിക്ക് ആമസോണിൽ അങ്ങനത്തെ എവിടെയും എനിക്കിത് കിട്ടിയില്ലായിരുന്നു. ഓക്കെ, ഞാനൊരു 1 year ബാക്ക് ഞാൻ പറയാം. അപ്പോൾ എനിക്കിത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഈ ഹറു വണ്ടേഴ്സിൻ്റെ, ആ സമയത്ത് ഇത് കുറച്ച് നല്ല ബ്രാൻഡായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങി. പിന്നെ ഇത് കിട്ടിയ പാട് പിന്നെ ഇത് കണ്ടു, ഞാൻ പിന്നെയും ഇത് വാങ്ങി. അപ്പോൾ ഇത് സെക്കൻഡ്, ഇപ്പോൾ ഇത് തീരാനായി. അതുകൊണ്ട് ഞാനിപ്പം ഇത് 3rd ഞാനിത് ഓൾറെഡി സ്റ്റോക്ക് വാങ്ങി വെച്ചു. 3rd ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ സീറം ഇത് ട്യൂബ് ഞാൻ വാങ്ങി. സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡാർക്ക് സർക്കിൾസ് കുറേ നിങ്ങൾക്ക് മാറ്റം കാണും. ഒരു 1 week നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി നിങ്ങൾ മുഖത്ത് ക്ലീൻസർ കൊണ്ട് മുഖം വാഷ് ചെയ്ത ശേഷം നിങ്ങൾ ഫേസ് സീറം അതൊക്കെ അപ്ലൈ ചെയ്ത ശേഷം ഈ നൈറ്റ് ക്രീം എന്തായാലും ഐസിൽ മേലും താഴെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിടന്നാൽ മതി. ഒരു 1 week നിങ്ങൾക്ക് ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് കാണുന്നതാണ്. എന്താ പറയേണ്ടത്, നല്ലോണം ഡിഫറൻസ് ഉണ്ടാവും. ഡാർക്ക് സർക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറും. കുറേയൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഇതിനെ പറ്റിയിട്ട്. സോ ഇത് യൂസ് ചെയ്യുക. പിന്നെ ഈ ഹറു വണ്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇത് കിട്ടിയ ശേഷം, ഈ 2nd ട്യൂബ് കിട്ടിയ ശേഷം ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 1 or 2 times മാത്രം യൂസ് ചെയ്തു. ഇപ്പോൾ ഇന്ന് ഏപ്രിൽ അല്ല, ഇന്ന് മെയ്, എന്നാ എനിക്ക് ഡേറ്റ്, ഇന്ന് May 17 ആണ് കേട്ടോ. അപ്പോൾ May 17 ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 1 week ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ യൂസ് ചെയ്യുന്നത്, ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മൺഡേ ആണെങ്കിൽ ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര റിവ്യൂ ശരിക്കുള്ള പറയാൻ പറ്റില്ല. ഞാൻ ഈ സാറ്റർഡേ മുതൽ രാത്രി ഇത് മാത്രം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇനിയും എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം June 16th ആണ്. അപ്പോൾ ഞാനൊരു 1 week ആയിട്ട് ഞാനിപ്പോൾ സ്കിൻ കെയർ ഒക്കെ തുടങ്ങിയിട്ട് ഒരു 6 മാസം ഞാൻ തീരെ എൻ്റെ സ്കിൻ കെയർ ഒന്നും നോക്കിയില്ലായിരുന്നു. ഇപ്പം ആ കല്യാണത്തിന് വേണ്ടി ഞാനും കുറച്ച് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ടോപ്പ് ആവുന്നത് ഇതായിരിക്കും, ബ്യൂട്ടി ഓഫ് ജോസോൺ ആയിരിക്കും എപ്പോഴും എൻ്റെ ഫേവറേറ്റ്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ ഹറു വണ്ടേഴ്സിൽ ഞാൻ എല്ലാത്തിനും റിവ്യൂസ് നല്ലതാണ് എല്ലാവരും ഇട്ടത്. അത്ര മോശമായിട്ട് ആരും ഇട്ടത് കണ്ടില്ല. എന്നാലും ഞാൻ ഈ ആഴ്ച മൊത്തം ഞാൻ രാത്രി ഇത് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ നെക്സ്റ്റ് സാറ്റർഡേ പറയുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആരെങ്കിലും ബ്ലൈൻഡായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ റിവൈവ് ഐ സീറം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, എന്തായാലും പോവായിരിക്കും. പക്ഷേ ഞാൻ ഒന്ന് ആദ്യം പറയാം,
ഞാനിപ്പോൾ ഒരു 6 മാസത്തോളം ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, ഐ സീറം മാത്രമല്ല, സീറം ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല മുഖത്ത്. അപ്പോഴും എനിക്ക് ആ ബ്ലാക്ക് സർക്കിൾ പിന്നെയും ഡാർക്ക് സർക്കിൾ പിന്നെയും വരുന്നതായിരിക്കും കേട്ടോ. ഫുള്ളായിട്ട് ടെമ്പററി മാത്രമായിരിക്കും, നമുക്കിത് പോകുന്നുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടാവില്ല, എല്ലാം നോർമൽ ക്ലിയർ ആയിട്ട് നമുക്ക് തോന്നും. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്രോഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും ഹറു ഹറു വണ്ടേഴ്സിൻ്റെ. ബൈ.